റഹീം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എയറിലായിരുന്നു. അദ്ദേഹം കർണാടകയിൽ പോയി സിദ്ധരാമയ്യെ വെല്ലുവിളിക്കുന്നു, ഡി ശിവകുമാറിനെ വെല്ലുവിളിക്കുന്നു, പാവങ്ങളുടെ മുഴുവൻ വസ്തു നിങ്ങൾ അപഹരിക്കുന്നു, പാവങ്ങളെ മുഴുവൻ നിങ്ങൾ കുടിയൊഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാവം അവിടെ പോയി ഒന്ന് ആളാവാൻ ഷൈൻ ചെയ്യാനൊക്കെ നോക്കി. അദ്ദേഹത്തിന് നടന്നില്ല. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലെന്നൊക്കെ പറഞ്ഞു ഉള്ള സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹത്തെ എടുത്തിട്ട് കളിയാക്കി. ഇപ്പോ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരുപക്ഷെ പഴയതാണോ, ഈ അടുത്ത കാലത്ത് എന്തായാലും ഇറങ്ങിയതാണ്. സത്യത്തിൽ റഹീമിനോടൊക്കെ വല്ലാത്ത ബഹുമാനം തോന്നുകയാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ഇത് കണ്ടതിന് ശേഷം എന്തോ വല്ലാത്തൊരു ബഹുമാനമാണ് അദ്ദേഹത്തോട്. ഒന്ന് കണ്ടു നോക്കൂ. കെ.സി. വേണുഗോപാൽ അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കെ.സിയുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ 20 സ്ഥലത്തും അദ്ദേഹം മത്സരിക്കേണ്ടി വരുമല്ലോ. കുമ്പിടി ആവണം, കുമ്പിടി. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് അത്ര മെലിഞ്ഞു ശുഷ്കിച്ചു പോയോ? അത് കോൺഗ്രസ്സുകാരാ മറുപടി പറയുന്നത്. കണ്ടല്ലോ, കെ.സി. ലവൻ ആര് എന്നാണ് റഹീം ചോദിക്കുന്നത്. ചോദിക്കാതെ ചോദിക്കുന്നത്. അതായത് ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ ആലപ്പുഴയിൽ കെ.സി. എങ്ങനെ രാജ്യസഭ MP ആയെന്ന് ആളുകൾ ചോദിച്ചു. അപ്പൊ കെ.സി. പറഞ്ഞതാണ്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അങ്ങ് മലർന്നു വിടുന്നാനെ, കോൺഗ്രസ് പിന്നെ ഉണ്ടാവില്ലേ എത്രേ. അങ്ങനെയാണ് കെ.സി. കണ്ടുപിടിച്ചിരിക്കുന്നത്. കെ.സി. ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയവരൊക്കെ വെറും കെ.സി. ആണ് ഹീറോ. ഞാനില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമേ ഇല്ല. മഹാനുഭാവനായ കെ.സി. ആണ് കോൺഗ്രസിന്റെ എല്ലാം. അവിടെ കിടന്ന് രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമന്നാ പോരെ കെ.സി.? എന്തിനാ ഈ പറ്റാത്ത പണി ചെയ്യാൻ പോകുന്നേ? രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമന്ന് ഉള്ള കാര്യങ്ങളെല്ലാം നേടിയെടുത്തു. ഇനി കേരളത്തിന് മുഖ്യമന്ത്രിയാകണം. അതിനുള്ള കാഞ്ഞ ബുദ്ധിയും കുരുട്ട് ബുദ്ധിയും കെ.സിയുടെ ഉണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അതിൽ നന്നായിട്ട് അറിയാം. ഈ കെ.സി. എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? കെ.സി. വേണുഗോപാൽ, അത് തന്നെ. എന്തായാലും റഹീം ചോദിക്കണം, അപ്പൊ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ 20 മണ്ഡലത്തിൽ ഇയാൾ നിന്നങ്ങ് മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. 20 ഇയാളങ്ങ് നിന്ന് മത്സരിച്ചാൽ മതിയായിരുന്നല്ലോ. ഇയാളാണ് കോൺഗ്രസിന്റെ വലിയ സാധനമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ളവരെയൊക്കെ മത്സരിപ്പിച്ച് തോറ്റവരെ നാണക്കേട് കൊണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ പറയിപ്പിക്കാനും ഒക്കെ ആയിട്ട് എന്തിനാണ്? നിങ്ങൾ മാത്രം മതിയല്ലോ. ഇനി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കെ.സി. ഇപ്പോൾ. കാരണം ഒരു 5-6 മുഖ്യമന്ത്രിയുടെ ഉടുപ്പൊക്കെ തച്ച് വെച്ചിട്ടുണ്ട്, ഫാമിലിയോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി അച്ഛൻ തന്നെ മക്കളോടും, ഭർത്താവ് തന്നെ ഭാര്യയോടും, ബാക്കി ബന്ധുമിത്രാദികളോടും ഒക്കെ കെ.സി. പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനേ ആകൂ. ഇവിടെ നിന്ന് ലിസ്റ്റ് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക്, ഹൈക്കമാൻഡിലേക്ക് അയക്കും. ഹൈക്കമാൻഡ് ആരാണ്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഏറ്റവും പ്രധാനപ്പെട്ട റോബർട്ട് വാദ്ര. ഈ 3 പേരിൽ ടിക്ക് ചെയ്യണം. ഈ ടിക്ക് ചെയ്യായിരിക്കുമ്പോൾ കെ.സി. അപ്പുറത്ത് ഓച്ചാനിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം കെ.സി. തലയൊക്കെ ചൊറിഞ്ഞ് ഞാനൊന്ന് മുഖ്യമന്ത്രി ആയാൽ കൊള്ളാന്നുണ്ട്. ഇവിടത്തെ മീൻകറിയും തോരനും പുളിശ്ശേരിയൊക്കെ വെച്ച് കുറച്ച് റെസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നനെ. പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഗ്രീൻ ചാനൽ വഴിയൊക്കെ പലതും കടത്തിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് നമുക്കതിലൊന്നും പറയാൻ കഴിയില്ല. പോയവര് പോയി, കിട്ടിയവർക്ക് കിട്ടി, വാങ്ങിച്ചവര് വാങ്ങിച്ചു. എന്തായാലും പോയി, ആ വഴി പോയത് തന്നെ. അതുപോലെ കേരളത്തിലും കെ.സി. ഇരുന്നാൽ പല കാര്യങ്ങളും നടക്കും. അങ്ങ് ഹൈക്കമാൻഡിന് സതീശൻ ഇവിടെ PR വർക്ക് ആഞ്ഞ് നടത്തുകയാണ്. സതീശൻ നടക്കുന്നത്, ഇരിക്കുന്നത്, പറയുന്നത്, കിടക്കുന്നത്, തിന്നുന്നത്, കഴിക്കുന്നത്, അങ്ങനെ സതീശമയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. സതീശനെ ഇങ്ങനെ PR ആരെ ഏറ്റെടുത്ത് സതീശനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ ആഞ്ഞ് വെള്ളം കോരുകയാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ. ആ കാലം നിറയുമെന്ന് തോന്നുന്നില്ല സതീശ. കാരണം കെ.സി. ഇങ്ങനെയൊക്കെ കച്ച കെട്ടി ഇറങ്ങിയ സ്ഥിതിക്ക് സതീശൻ ഇനി കസേര കിട്ടാൻ വല്ല സാധ്യത ഉണ്ട്. അല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന കൂട്ടങ്ങളാണല്ലോ. രമേശ് ചെന്നിത്തല ഈ പ്രായത്തിൽ അങ്ങേരി കിടന്ന് തുള്ളുന്നതൊക്കെ ഒന്നുകിൽ ആഭ്യന്തരം വേണം, അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ആകണം. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. രമേശ് ചെന്നിത്തല അണികൾക്ക് പോലും വേണ്ടാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇപ്പോ കള്ളക്കടത്തൊക്കെ സ്വർണ്ണക്കൊള്ള രണ്ടും ഒന്ന് തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയൊക്കെ കൊണ്ടിപ്പോ രമേശ് ചെന്നിത്തല മുമ്പിലെത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതങ്ങ് വാങ്ങണം. അതാണ് ചെന്നിത്തലയുടെ ആഗ്രഹം. സുധീരൻ വരുന്നുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നുണ്ട്, അങ്ങനെ നീണ്ട നിരകളാണ്. മറ്റേ CPM-ലാണെങ്കിൽ മുഖ്യമന്ത്രി ആരാ? പിണറായി. പാർട്ടി ഏതാ? പിണറായിയുടെ പാർട്ടി. മത്സരിക്കുന്നത് ആരാ? പിണറായി വിജയൻ. പിന്നെ കുറച്ച് ആളുകൾ. പിണറായി തീരുമാനിക്കുന്നവർ മത്സരിക്കും, പിണറായി പറയുന്നവർ മത്സരിക്കും. പിണറായി ജയിച്ചാലും പിണറായി പറയുന്നവർ അധികാരത്തിൽ വരും. പിന്നെ പാർട്ടി ആര് നയിക്കണമെന്ന് പിണറായി പറയും, പാർട്ടി എങ്ങനെ പോകണമെന്ന് പിണറായി പറയും, പാർട്ടി എന്ത് ചിന്തിക്കണമെന്ന് പിണറായി പറയും, പാർട്ടി എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, എവിടെ പോണം, എവിടെ നിന്ന് വരണം, ഇതൊക്കെ പിണറായി പറയും. ഇവിടെയാണെങ്കിലോ
അവിടെ ഒരൊറ്റ പേരേ ഉള്ളൂ, ഏകാധിപതിയായ പിണറായി വിജയൻ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഈ തമ്മിത്തല്ലും അടിയും കാണണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല, KC മുതൽ തുടങ്ങി. ഇനി രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി ആകണമെന്നായിട്ട് പറയുമോ? കാരണം പ്രധാനമന്ത്രി ആകാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കാൻ അങ്ങേര് കേരളത്തിൽ വന്നായിട്ട് ഭരിച്ചു കളയുമെന്നാണ് ഇപ്പോ കേരളത്തിലെ ജനങ്ങളുടെ പേടി. ഇനി വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരാം, പ്രിയങ്കയുടെ മകനും മത്സരരംഗത്തിറക്കി ഇറങ്ങുമെന്നാണ്. വേണമെങ്കിൽ എന്റെ മകൻ മുഖ്യമന്ത്രി ആകട്ടെ കേരളത്തിലെ എന്നായിട്ട് അമ്മുമ്മയും അമ്മയും കൂടെ തീരുമാനിക്കുമോ? അതോ ഇനി വാദ്ര എന്തായാലും ജയിലിലാവും. കാരണം മൊത്തം കട്ടലും വായ്പലും ഇതൊക്കെ ആണല്ലോ, അതുകൊണ്ട് എന്തായാലും ജയിലിലാവും. അതിനു മുൻപേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് പറയാം, ഒന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആണേ അധികാരത്തിന് വേണ്ടി എന്ത് നാർത്തരവും കാണിക്കാം. KC നിപ്പുണ്ട്, VD സതീശനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്, സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട്, സുധാകരനുണ്ട്. അങ്ങനെ ഞണ്ടുകൾ അങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ആരെ മുറുക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇതില് ആർക്കാണ് നറുക്ക് വീഴുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് KC പറയുന്നത്, ഞാനില്ലായിരുന്നു എങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമേ ഉണ്ടാകുമായിരുന്നില്ല. ഈ KCയൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാകും? ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നത് തുടങ്ങിയിട്ടാണ് ഈ KCക്കൊക്കെ ഒരു ചുമതല കിട്ടിയത്. പണ്ട് ചെന്നിത്തലയെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന KCയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പിന്നെ ജോൺ ബ്രിട്ടാസ് MP പറയുന്നത് കേട്ടായിരുന്നു. ആ KCയെ കാണാൻ ഇന്ന് ചെന്നിത്തല ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഗതികേട്, രാഷ്ട്രീയം അങ്ങനെയാണ്. അച്ചാന്ന് വിളിച്ചവന് നാളെ കൊച്ചാന്ന് വിളിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അറിയില്ല. എന്തായാലും അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഗിമിക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് KC പറയുന്നത്, ഞാനാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, ഞാനാണ് കോൺഗ്രസിനെ വളർത്തിയത്, ഞാനാണ് കോൺഗ്രസിനെ തലോടിയത്, ഞാനാണ് കോൺഗ്രസിനെ ഉമ്മ വെച്ചത്, ഞാനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്നൊക്കെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഫെബ്രുവരി ആദ്യ വരി തന്നെ 70 സീറ്റുകളും കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ചെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ട പെണ്ണ് കേസിൽ പെട്ടതുകൊണ്ട് പാലക്കാട് നിന്നും ഔട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥാനാർത്ഥികളെ പല MP-മാർക്കും അവസരം നൽകുന്നു. ഈ MP-മാർക്ക് അവസരം നൽകുമെന്ന് പറയുന്നത് KCക്ക് മത്സരിക്കണം, അതിനാണ് MP-മാർക്കുള്ള അവസരം എന്ന് പറയുന്നത്. KC വേണുഗോപാൽ എല്ലാം മറ്റേ കവടി നിരത്തി ഷാഷി ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കളിയാക്കിയതല്ല. ആ സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ച് KC ഇങ്ങനെ കൃത്യമായിട്ടിരിക്കുകയാണ്, ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി. അതിന്റെ ഇടയ്ക്ക് ഇനി ആ കബഡി മൊത്തവും അലങ്കോലമാക്കാൻ ആരെങ്കിലും വന്നുപെടുവോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇനി വരുന്ന ഇനി തെരഞ്ഞെടുപ്പിന്റെ ഒരു കോലാഹലം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നു, CPF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം, ഡിക്ലറേഷൻ വരണം ഇലക്ഷന്റെ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇതിനിടയ്ക്ക് എന്തൊക്കെ ഗിമിക്കുകൾ ഏതൊക്കെ പാർട്ടികൾക്ക് കാണിക്കാൻ കഴിയുമോ അവരെല്ലാം അത് കാണിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരാളാണ് പാർട്ടിയുടെ നെടുന്തൂണെന്ന് അയാൾ പറയുമ്പോഴാണ് ആ പാർട്ടി എത്രമാത്രം പോയി അല്ലെങ്കിൽ ആ പാർട്ടി എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് നമുക്ക് തോന്നുന്നത്. KC പറയുകയാണ്, ഞാൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ മുഴുവൻ അപമാനിക്കുന്ന നിലപാടാണ് KCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ വയ്യ. എന്തായാലും റഹീമിന് ഇതിനൊരു ബിഗ് സല്യൂട്ട് നൽകണം. അത്രയും പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് അംഗീകരിച്ച മതിയാവുകയാണ്.